മകളെ, വലിയ സന്തോഷത്തോടെ വീണ്ടും നമ്മളിതാ തിരുവചനത്തിൻ്റെ മുമ്പിലായിരിക്കുകയാണ്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും കൂടിയിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ കൂട്ടായ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളുമാണ് ഓരോ വ്യക്തികൾക്കും വന്ന് നിറയുന്നത്. ഓരോ വചനവും സാധിക്കുമെങ്കിൽ പല പ്രാവശ്യം ഉരുവിട്ടാൽ അതിൻ്റെ ഫലം അവർണ്ണനീയമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം 2 കൊരിന്ത്യർ 9:8. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സമൃദ്ധിയുടെ ദൈവമാണ്. എന്ത് കാര്യങ്ങൾ? ഭൗതികമായ കാര്യങ്ങൾ സമർത്ഥമായി തരാനും ആത്മീയമായ കാര്യങ്ങൾ സമർത്ഥമായി തരാനും കർത്താവിന് കഴിവുണ്ട് എന്ന്. ഇപ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം, ഒരു ഭവനമുണ്ടാകാൻ, അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യം, ഒരു നല്ലതായിരിക്കുന്ന ഒരു പരീക്ഷാ വിജയം, IELTS, OET, കാറ്റക്സ് മുതലായ ഭൗതികമായ നേട്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ ആത്മീയമായ നേട്ടങ്ങൾ തരാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അനുദിനം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ, അനുദിനം ദൈവവചനം കേൾക്കാൻ, അനുദിനം പരോപകാര പ്രവൃത്തികൾ ചെയ്യാൻ, ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുരിശിന്റെ വഴി നടത്താൻ എന്ന് വേണ്ട ആത്മീയമായ എല്ലാ വരങ്ങളും, ഭൗതികമായ നേട്ടങ്ങളും ആത്മീയമായ വരങ്ങളും തരാൻ സദാ സന്നദ്ധനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പിശുക്കനല്ല എന്ന്. സമർത്ഥമായി തരാനായിട്ട് ഭൗതികമായ നേട്ടങ്ങളായിക്കൊള്ളട്ടെ, ആത്മീയമായ നേട്ടങ്ങളായിക്കൊള്ളട്ടെ, സമർത്ഥമായി സഹോദര നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് തരാൻ കർത്താവിത നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ വന്ന് നിൽക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമൃദ്ധി നൽകുന്ന ദൈവമേ, ആത്മീയമായ പുരോഗതിയും ഭൗതികമായ പുരോഗതി നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.